ദേവസ്വം സ്പെഷ്യൽ പ്ലീഡർ രാജിവെച്ചു. KB പ്രദീപിനോട് മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി എബി ചേരുന്നുണ്ട്. എബി, ഈ പ്രതിപക്ഷം ഉൾപ്പെടെ ഈ ഒരു രാജി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. അപ്പോൾ ഈ ഒരു സമ്മർദ്ദത്തിനൊടുവിലാണ് ഇപ്പോൾ രാജിയിലേക്ക് എത്തിയിരിക്കുന്നത്, അല്ലേ? ഗോപിക, വലിയ രീതിയിലുള്ള വിമർശനം സർക്കാരിനെതിരെ ഉയർന്നു വന്ന സംഭവമായിരുന്നു പ്ലീഡറുടെ നിയമനം ആയി വന്നത്. അത് ഒരു തരത്തിലും ഏതെങ്കിലും ഒരു സർക്കാരിന് വളരെ വേഗം ഇത്തരത്തിലൊരു കാര്യം ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദിച്ചാൽ അത് ഇല്ല എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പറയാൻ നമുക്ക് കഴിയും. കാരണം ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ആ പ്രതികൾക്ക് വേണ്ടി വാദിച്ചിരുന്ന ഒരു അഭിഭാഷകനെ സർക്കാരിന്റെ അഭിഭാഷകനായി നിയമിക്കുക, അതിനുശേഷം ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് ഈ കേസിന്റെ റിപ്പോർട്ട് ഉൾപ്പെടെ അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെടെ സമർപ്പിക്കാനിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ സമയത്ത് ഈ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഈ അഭിഭാഷകനായിരിക്കും ഈ റിപ്പോർട്ട് ആദ്യമായി തന്നെ കാണുക. അതിൽ സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിൽ ഈ പ്രതികളുമായി ഇയാൾക്ക് ഇപ്പോഴും ബന്ധമുണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് ചോരുമെന്നുള്ള കാര്യം തർക്കമില്ല. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് എല്ലാവരും ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്തായാലും ഈ ഒരു തീരുമാനം വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് പൊതുസമൂഹവും കേട്ടത്. എന്തായാലും അതിലിപ്പോൾ സർക്കാർ ഒരു U-ടേൺ എടുത്തിരിക്കുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. കാരണം ആ തീരുമാനം സർക്കാർ പിൻവലിച്ചിരിക്കുന്നു. രാജിവെക്കണമെന്ന് പ്രദീപിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രിയും അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറുടെ നിയമനം ഭക്തജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാക്കി. നിരവധി ആളുകൾ തന്നെ വിളിക്കുന്ന സാഹചര്യമുണ്ടായി. വലിയ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ ഒരു തീരുമാനം എടുത്തത്. പക്ഷേ അതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചതോടുകൂടി ആ തീരുമാനം പുനഃപരിശോധിക്കുകയും തിരുത്തുകയുമാണ് ചെയ്തത് എന്നുള്ളതാണ് ദേവസ്വം മന്ത്രിയും വ്യക്തമാക്കിയിരുന്നത്. അതോടൊപ്പം തന്നെ ക്യാബിനറ്റ് എടുത്ത തീരുമാനമാണ്. മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരമായിരുന്നു ഈ ഒരു തീരുമാനം. തനിക്കതിൽ പങ്കില്ല എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് ആ നിലയ്ക്ക് ഒരു പ്രതികരണമല്ല, മറിച്ച് ക്യാബിനറ്റ് എടുത്ത തീരുമാനമാണ്, എല്ലാവർക്കും ഒരു കൂട്ടുത്തരവാദിത്വമുണ്ട്, ആ നിലയ്ക്ക് തന്നെയുള്ള തീരുമാനമാണ് ഉണ്ടായത്. ഇപ്പോൾ ആ രാജി പിൻവലിപ്പിക്കണം അല്ലെങ്കിൽ രാജിവെപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ജനങ്ങളുടെ അഭിപ്രായം കൂടി മാനിച്ചുകൊണ്ടാണ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തത വരുത്തുന്നു. എന്തായാലും മുഖ്യമന്ത്രി തന്നെയാണ് ഈ രാജി ആവശ്യപ്പെട്ടത് എന്നും കെ മുരളീധരൻ ഇന്ന് രാവിലെ പറഞ്ഞു വെക്കുന്ന സാഹചര്യമുണ്ടായി. വലിയ രീതിയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയും പ്രതിപക്ഷത്തിന് അത് അടിക്കാനുള്ള വടിയാക്കുന്ന ഒരു തീരുമാനം കൂടിയായിരുന്നു ഈ ഗവൺമെന്റ് പ്ലീഡറുടെ നിയമനം എന്ന് പറയുന്നത്. അതിലാണ് ഇപ്പോൾ സർക്കാർ വളരെ വേഗം പിൻവാങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കണ്ടേ എന്നുള്ളൊരു ഒരു ചോദ്യം കൂടി അദ്ദേഹത്തിന്റെ ഈ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ദേവസ്വം മന്ത്രിയോട് ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് മികച്ച അഭിഭാഷകനാണ്, ക്രിമിനൽ ലോയറാണ് അദ്ദേഹം. ഈ കേസ് വാദിച്ചു കഴിഞ്ഞാൽ വലിയ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ സർക്കാരിന് ഉണ്ടാകും എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ തീരുമാനം തങ്ങൾ എടുത്തത് എന്നുള്ളതായിരുന്നു. എന്തായാലും ആ തീരുമാനം എല്ലാവരെയും അമ്പരപ്പെടുത്തുന്ന ഒരു തീരുമാനം തന്നെയായിരുന്നു. അതിലാണ് ഇപ്പോൾ സർക്കാർ U-ടേൺ എടുത്തിരിക്കുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരത്തിൽ നിയമനങ്ങളിൽ വന്നിട്ടുള്ള പാകപ്പിഴകൾ ചൂണ്ടിക്കാണിക്കുകയും ആ തെറ്റായ നിയമനങ്ങളിൽ നിന്നും U-ടേൺ പോകുന്ന രണ്ടാമത്തെ സംഭവമാണ് ഈ തൊട്ടടുത്ത കാലത്തായി നമുക്ക് കാണാൻ കഴിയുന്നത്. സമാനമായ സംഭവമായിരുന്നു സണ്ണി ജോസഫിന്റെ അളിയനെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് നിയമിക്കുന്ന നിലയുണ്ടായത്. അതിലും വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു നിയമനവും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതും പ്രതിപക്ഷം വലിയ രീതിയിൽ ആയുധമാക്കിയിരുന്നു. ഗോപിക, ശരി. സ്മാർട്ട് ക്രിയേഷൻസ് അഭിഭാഷകനെ ദേവസ്വം പ്ലീഡർ ആക്കിയത് വൻ വിവാദമായിരുന്നു. ഒടുവിലാണ് ഈ രാജി. എബിയാണ് വിവരങ്ങൾ നൽകിയത്.